എസ് ഡി പിയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാതെ വലിയ രീതിയിൽ തന്നെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഈ സമയത്ത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള S. സുരേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ SDP വോട്ടുകൾ വേണ്ട എന്ന് പറയുന്നില്ല, അത് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. CPM ഒരു നിലപാട് കേരളത്തിൽ BJP തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തിൽ? ഇത് CPM നാശമാണ്. CPM സഖാക്കന്മാർ പോലും ഇനി CPM വോട്ട് ചെയ്യില്ല. ദശാബ്ദങ്ങളായി അരിവാളിൽ വോട്ട് ചെയ്തിരിക്കുന്ന സ്കേഡേഴ്സ് CPM വോട്ട് ചെയ്യാതിരിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കണ്ണൂരിലൊക്കെ നമ്മൾ കാണല്ലേ, ഗോവിന്ദരെ പോലെയുള്ള ആൾക്കാരൊക്കെ വിമത സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ CPM തകർച്ചയുടെ അവസാനമാണത്. കൗണ്ട് ഡൗൺ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഗതികേടം നോക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി SDPI മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് SDP അണികളെ രംഗത്തിറക്കിക്കൊണ്ട് SDP വോട്ടിന് വേണ്ടി അവരുടെ തിണ്ണ നിരങ്ങി എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയുള്ള വെപ്രാളവും വേവലാതിയും ആണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ. എന്തിനാ ഈ അധികാരം? പിണറായി വിജയൻ്റെ കുടുംബത്തിന് വേണ്ടി. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പാർട്ടി സെക്രട്ടറിമാരുടെ ഭാര്യമാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുത്താനും വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലിൽ അത് SDPI ആയാലെന്താ, ജമായത്ത് ഇസ്ലാമി ആയാലെന്താ, താലിബാൻ ആയാലെന്താ, കൊള്ളക്കാരായാലെന്താ, മയക്കുമരുന്നുകാരായാലെന്താ, ഞങ്ങളുടെ കുടുംബത്തിന് ഈ അധികാരം ആസ്വദിക്കണം എന്ന രീതിയിലേക്ക് പിണറായി വിജയനും കുറേ സഖാക്കന്മാരും എത്തിയതിൻ്റെ ദുസ്ഥിതിയാണ്. ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. BJP നിലപാടുകൾ ഇന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം BJP എപ്പോഴും പറഞ്ഞിരുന്നു CPM എന്ന് പറയുന്ന SDP പാദസേവകരാണ്, ജമായത്തി ഇസ്ലാമിയുടെ വിടുപണിക്കാരാണ് VD സതീശനും കോൺഗ്രസ്സുകാരും. ഇത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്നു. അത് ഇന്ന് കേരളത്തിന് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം SDP പിന്തുണ ആവശ്യമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ പോകുന്ന ഒരുത്തൻ അരിവാൾ ചുറ്റിക നക്ഷത്രം പിടിക്കുന്ന, ചെങ്കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ വികസിത കേരളം, വികസനം 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 എന്ന മുദ്രാവാക്യം ഉയർത്തി BJP മുന്നോട്ട് കുതിക്കുമ്പോൾ SDP അവലും മലരും കരുതിക്കോ, കുന്തിരിക്കവും കരുതിക്കോ എന്നിവിടുത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനിയോടും പോർവിളി മുഴക്കിയ SDP മുദ്രാവാക്യം ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യമായിട്ട് അധപ്പതിക്കുകയാണ്. അപ്പുറത്തോ ജമായത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് വിളിക്കുന്നില്ലേ, മതമാണ് 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 വിഷയം എന്ന് പറയുന്നില്ലേ? അതെ, കോൺഗ്രസിൻ്റെ വിഷയം മതമാണ്, മുസ്ലിം മതമാണ്. അങ്ങനെ മുസ്ലിം മതത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ മുദ്രാവാക്യം VD സതീശൻ്റെ മുദ്രാവാക്യവും അവലും മലരും കരുതിക്കോ എന്ന മുദ്രാവാക്യം പിണറായി വിജയൻ്റെ മുദ്രാവാക്യവുമായിട്ട് മാറുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിലെ ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരുടെയും മുദ്രാവാക്യമായിട്ടുള്ള വികസന മുദ്രാവാക്യം, വികസനം 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 എന്ന മുദ്രാവാക്യവുമായിട്ട് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങളുടെ മുദ്രാവാക്യം ഈ കേരളത്തിലെ ഓരോരുത്തരുടെയും മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം കേരളത്തിലെ ജനത ഏറ്റെടുക്കുന്നു. BJPക്ക് അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം കേരളത്തിലുണ്ടാകും. BJP കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ മാറും. ആ മാറ്റത്തിന് ശക്തി പകരാൻ BJP നേതാക്കന്മാർ, നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അതിന് ഏറെ ശക്തി പകരും. അതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഞങ്ങളുടെ അജണ്ടയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയാൻ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പിണറായി വിജയനും VD സതീശനും കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. ഇപ്പോൾ ഈ കാസർഗോഡ് മഞ്ചേശ്വരത്ത് അവിടുത്തെ അഷ്റഫ് എന്ന് പറയുന്ന മഞ്ചേശ്വരം നിലവിലെ MLA ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയും ഇന്ന് പറഞ്ഞത് SDP ഒരു വർഗീയ സംഘടനയല്ല, BJP ആണ് വർഗീയ സംഘടന. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുൻ ധനകാര്യ മന്ത്രി തോമസ് ഐസക് അദ്ദേഹവും പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, SDP ഒരു വർഗീയ സംഘടനയല്ല, SDP വോട്ട് ഞങ്ങൾ സ്വീകരിക്കും, BJP പ്രതിരോധിക്കാൻ എന്തും ഞങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗവും ഏത് തരത്തിൽ വോട്ട് ചെയ്യുമെന്നാണ് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ്.
ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിമാറ്റിയത് കേവലം ഒരു ജോസഫ് മാഷിൻ്റെ കൈയല്ല വെട്ടിമാറ്റിയത്. ഈ കേരളത്തിൻ്റെ മതേതരത്വത്തെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഈ കേരളത്തിൻ്റെ സഹനതയെയും സഹിഷ്ണുതയെയും ശാന്തിയെയുമാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അങ്ങനെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിമാറ്റിയ ഭീകര പ്രസ്ഥാനം ഈ രാജ്യം മുഴുവൻ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്നും പാട്ടും സംഗീതവും സിനിമയും ഒന്നും പാടില്ല എന്നും മുമ്പ് തിയേറ്ററുകളിൽ സിഗരറ്റ് ബോംബ് ഉൾപ്പെടെ വെച്ച ഭീകരവാദി പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളെ മതേതരത്വം ചാർത്തി കൊണ്ടു നടക്കുന്നത് ഇവരുടെ അങ്ങേയറ്റത്തെ ദയനീയമായ സാഹചര്യമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് ഇവർ രാജ്യദ്രോഹികളോടൊപ്പമാണ്, ഇവർ ഭീകരവാദികളോടൊപ്പമാണ്, ഇവരാണ് യഥാർത്ഥ നികൃഷ്ടരായിട്ടുള്ള യഥാർത്ഥ അധമന്മാരായിട്ടുള്ള വർഗീയവാദികൾ എന്ന് പറയുന്നത് പിണറായി വിജയനും VD സതീശനുമാണ്. ഈ രണ്ട് വർഗീയവാദികളെ, പിണറായി വിജയൻ എന്ന വർഗീയവാദിയെയും VD സതീശൻ എന്ന് പറയുന്ന വർഗീയവാദിയെയും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് BJPയുടെയും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും ലക്ഷ്യം. അതായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് കേരളം എത്തുകയാണ്. ഇത് വർഗീയവാദികളാണ്, ഭീകരവാദികളാണ്, മതവിദ്വേഷികളാണ്, മത സംഘർഷം സൃഷ്ടിക്കാൻ പോകുന്നവരാണ്. ഇവർക്ക് ഈ കേരളത്തെ 70 വർഷമായിട്ട് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല, ഇനിയും രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം മുസ്ലിം ലീഗിന് കേരളത്തെ ഏൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പുറത്ത് SDPIക്ക് അഴിഞ്ഞാടാനുള്ള കേരളമാക്കാൻ പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഇവരുടെ ഈ അവസ്ഥ തുറന്നു കാട്ടപ്പെടും. കേരളം BJPക്കൊപ്പം നിൽക്കും, NDAക്കൊപ്പം നിൽക്കും.